അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. സൂറത്തുൽ ബഖറ 142 മുതലാണ് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء إلى صراط مستقيم. സയഖൂലു സുഫഹാ എന്ന പദം നേരത്തെ ബഖറയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്നല്ലദീന കഫറു എന്ന ആ പേജിൽ. അപ്പോൾ അവിടെ വിഡ്ഢികൾ എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതായത് മൂഢന്മാർ, വിഡ്ഢികൾ, ജനങ്ങളിൽപ്പെട്ട ചില വിവരമില്ലാത്ത വിഡ്ഢികളായ ആളുകൾ ചോദിക്കുന്നു, ഖിബില എന്തിനാ മാറ്റിയത്? വല്ലാഹും അൻ ഖിബലതിഹിം അല്ലതി കാനു അലൈഹ. അപ്പോൾ എന്താണ് ഈ ഖിബില മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു പ്രധാനമായിട്ടുള്ളൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്, ഖിബില മാറ്റം. അപ്പോൾ ഖിബില മാറ്റം കഴിഞ്ഞ സംസാരത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അത് ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഫലസ്തീൻ നമ്മൾ ആലോചിച്ചു നോക്കുക, ബൈത്തുൽ മുഖദ്ദസ് ഉള്ള ആ ഏരിയയിലാണ് ഖിബില എങ്കിൽ അങ്ങോട്ടുള്ള യാത്ര തന്നെ ബുദ്ധിമുട്ടാണ്. എന്തുമാത്രം സംഘർഷഭരിതമായൊരു മണ്ണപ്പോൾ അവിടെ ഫലസ്തീൻ. ആ ഒരവസ്ഥയിലേക്ക് അള്ളാഹ്ക്കറിയാലോ ഭാവി എന്താണ് സംഭവിക്കാൻ പോകണമെന്ന്. വളരെ കൃത്യമായിട്ട് ഖിബിലയെ മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവിടെ ജൂതന്മാരും പിന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും മുശ്രിക്കുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം ഖിബില മാറ്റുക എന്ന് പറഞ്ഞാൽ ആ ബൈത്തുൽ, അന്നും ക്രിസ്ത്യാനികളുടെ ജെറൂസലം അവരുടെ പുണ്യസ്ഥലമാണ്, ജൂതന്മാരും അതേ പുണ്യസ്ഥലമായിട്ട് അവിടെ തന്നെ ഫലസ്തീനെ പുണ്യവൽക്കരിക്കപ്പെട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു പുണ്യമുള്ളൊരു നാടാണ് കഅബ. അന്നത്ര ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ ഷരീഫ് ഉണ്ടാക്കി പ്രാർത്ഥിച്ചു, ചെറിയൊരു സമൂഹം അവിടെ ഉണ്ടായി എന്നതിലപ്പുറത്തേക്ക് പിന്നീട് അവിടെ മുഴുവൻ നടന്ന ഷിർക്കാണ്. കഅബ അങ്ങനെ ഒരു അറിയപ്പെട്ടിരുന്നില്ല. എന്നാൽ അവിടെ തീർത്ഥാടകർ വന്നിരുന്നു. ജൂതന്മാർക്ക് പ്രിയപ്പെട്ട മണ്ണാണ്. ക്രൈസ്തവ ലോകത്തിനും ഇബ്രാഹിം അലൈഹിസ്സലാമിനോടുള്ള ആദരവിൻ്റെ പേരിൽ എന്നാൽ മരുഭൂമിയാണ്, അങ്ങോട്ടുള്ള യാത്ര ദുഷ്കരമാണ്. ഈ ഒട്ടകപ്പുറത്തും ഒക്കെയുള്ള കിലോമീറ്ററുകൾ താണ്ടി എത്തണം. അതൊക്കെ കാരണങ്ങളാൽ അതങ്ങനെ അവിടെ നിൽക്കുകയാണ്. എന്നാലാവട്ടെ റോം, പേർഷ്യയൊക്കെ അന്ന് പിന്നെ സർവാധിപത്യം ഉള്ള വലിയ സാമ്രാജ്യങ്ങളായിട്ട് അവിടെ നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഖിബില മാറ്റം സംഭവിക്കുന്ന സന്ദർഭത്തിൽ അതുവരെ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജ് യാത്രയുടെ സന്ദർഭത്തിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് അങ്ങനെ യാത്ര ചെയ്യുക. ഒറ്റ രാത്രി കൊണ്ട് ഒരിക്കലും, ഇന്നിപ്പോൾ നമുക്ക് പല സംവിധാനങ്ങളുണ്ട്, അന്നൊരു രാത്രി കൊണ്ട് ഒരിക്കലും ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ അന്ന് കിട്ടാവുന്ന, അന്ന് മെഷീനറീസ് ഒന്നും ആയിട്ടില്ല, ഇതുപോലെയുള്ള വെഹിക്കിൾസ്, വാഹനങ്ങളൊന്നുമില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ബൈത്തുൽ മഖദ്സിലേക്ക് യാത്ര പോയ കഥയ്ക്ക് ബൈത്തുൽ മഖദ്സിനെ പുണ്യവൽക്കരിക്കുന്നുണ്ട്. അവിടെ സകല പ്രവാചകന്മാർ ഹാജരാക്കപ്പെട്ടു എന്നും അവിടെ ഇമാമെന്ന് നമസ്കരിച്ചു എന്നും ഒക്കെ പറയുമ്പോൾ ആ ബൈത്തുൽ മഖദ്സ് അത്രയും പുണ്യമാണ്. ആ പുണ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ലോകത്തെ ഏറ്റവും പുണ്യമുള്ള പള്ളികളിൽ പിന്നെ രണ്ടാമത്തെ പള്ളി വരുന്നത് അത് തന്നെയാണ്. മക്കയും മദീനയും കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തെ പള്ളി വരുന്നത് അതാണ്. ഇതിന് അത്രയും പ്രാധാന്യമുള്ള പള്ളിയാണ്. പക്ഷേ സംഭവിക്കുന്ന എന്താണ്? ബൈത്തുൽ മഖദ്സിലേക്ക് ഇനി തിരിയണ്ട, കഅബ ഷരീഫിലേക്ക് തിരിയുക. അപ്പോൾ അത് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന അവിടെ ഉണ്ട്, കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തെ വലിയൊരു ടൂളായിട്ട്, വലിയൊരു ആയുധമാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ നിരന്തരം ഇവർ ആക്ഷേപിക്കാൻ തുടങ്ങി. ക്രൈസ്തവ ലോകത്തുനിന്ന് ആക്ഷേപം വന്നു, പിന്നെ അതേപോലെ തന്നെ ജൂതന്മാരും പറയാൻ തുടങ്ങി, മുശ്രിക്കുകളും പറയുന്നത് ഇതിപ്പോൾ നിലപാട് ഇങ്ങനെ മാറുകയാണല്ലോ, ഇനിയിപ്പോൾ അള്ളാഹ് ഇല്ല എന്നൊക്കെ പറയോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അള്ളാഹ് പറയുന്ന കാര്യം ഖുല്ലില്ലാഹ്, അള്ളാഹുവിന് മശ്രിഖും മഗ്രിബും അതൊന്നും വിഷയമുള്ള കാര്യമല്ല. എങ്ങോട്ട് നിസ്കരിക്കണത് എന്നുള്ളതല്ല പ്രധാനം, ഇങ്ങോട്ടാണ് നമ്മുടെ ഉദ്ദേശം. ഏകനായ തൗഹീദിലേക്ക് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഉദ്ദേശം എന്നവിടെ പറയും. യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹു ആരെ വഴി കാണിക്കണോ അവരെ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ, അവനെ ആഗ്രഹിക്കുന്നവരൻ വഴി കാണിക്കുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങോട്ട് നിസ്കരിക്കുന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം.
وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. അപ്പോൾ നിങ്ങളെ ഉമ്മത്തൻ വസത്തൻ, ഈ ഒരു വാക്ക് പ്രധാനപ്പെട്ടതാണ്. ഉമ്മത്തൻ വസത്തൻ, ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. ഈ മധ്യമ സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയൊരു വിശാലമായൊരു അർത്ഥമുണ്ട്. നമ്മുടെ ഇനിയുള്ള അങ്ങോട്ടുള്ള മുഴുവൻ ജനറേഷനും, ഇനി അങ്ങോട്ടുള്ള മുഴുവൻ സമുദായങ്ങൾക്കും മാതൃകയാവണം. അതോടൊപ്പം തന്നെ ഈ ഷിർക്കൻ ആചാരങ്ങളുമായിട്ട് തൗഹീദ് ഉൾക്കൊള്ളാതെ ജീവിച്ചു മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്കും അതൊരു മാതൃകയാണ്. അവരും മാതൃകയാക്കേണ്ട ഒരു ഉമ്മത്തായിട്ട് നിങ്ങളെ മാറ്റിയിട്ടുണ്ട്. കഅബ ഷരീഫിലേക്ക് നിങ്ങളോട് തിരിയാൻ പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം അത് തന്നെയാണ്. ലിതകൂനു ഷുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാവാൻ. അപ്പോൾ ലോക ജനത ഇന്ന് സഹാബത്തിനെ മാതൃകയാക്കുന്നു. ഈ ഖുറൈഷിനെ അല്ലെങ്കിൽ മക്കയെ, ആ നാടിനെയൊക്കെ മാതൃകയാക്കുകയും അതിലേക്ക് തിരിയുകയും ചെയ്യുന്നതിൻ്റെ ഒരു മധ്യമ സമുദായമായിട്ട് നിങ്ങളെ മാറ്റി എന്നാണ്. വയകൂന റസൂലു അലൈക്കും ഷഹീദ, അതോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂലിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങളുടെ മേലെ സാക്ഷിയാക്കി. അപ്പോൾ നിങ്ങൾക്ക് തൗഹീദ് എത്തിച്ചു തന്നു എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് മുഹമ്മദ് റസൂലുള്ളാഹി എങ്കിൽ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ സ്വഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളും വഴി ലോകത്തിന് അവർ സാക്ഷിയാവുകയാണ്. ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه. അപ്പോൾ ഇതുവരെ തിരിഞ്ഞുകൊണ്ടിരുന്ന ഖിബില, അത് ആ ഖിബില മാറ്റി മറ്റൊരു ഖിബിലയാക്കുമ്പോൾ നിന്നെ പിൻപറ്റുക, അതായത് റസൂലിനെ പിൻപറ്റുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന ആളുകൾ ആ വഴിയിലേക്ക് വരും, അല്ലാത്തവർ തിരിഞ്ഞു കളയും. അപ്പോൾ ആരാണ് തൗഹീദിലേക്ക്, ഈ വരുന്ന ബിദ്അത്തിൻ്റെ, ഷിർക്കിൻ്റെ അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയ, വഴി പിഴച്ചവരുടെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരായവരുടെ വഴിയിൽ നിന്നൊക്കെ മാറി ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മില്ലത്തിനെ പിൻപറ്റുന്നവരാരാണ് എന്നാണ് അള്ളാഹുവിന് അറിയേണ്ടിയിരുന്നത്. വമാ കാനല്ലാഹു ലിയുദിഅ ഈമാനകും ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. അപ്പോൾ നിങ്ങളുടെ ഈമാൻ പാഴാക്കി കളയില്ല അള്ളാഹു. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം, അളവറ്റ കൃപയുള്ളവനും കരുണാമയനുമാണ് എൻ്റെ റബ്ബ് എന്ന് ചേർത്ത് പറയാം. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, അള്ളാൻ്റെ റസൂല് ആകാശത്തേക്ക് എടുക്കും മുഖം. അങ്ങനെ അത് നിരാശ മാത്രമല്ല, പ്രതീക്ഷയും നിരാശയും കലർന്ന ഒരു മുഖത്തോടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് ഉയർത്തുന്നത്. അതായത് ഇവിടെ നടക്കുന്ന ഷിർക്കിൻ്റെ കോട്ട കൊത്തളമായിരുന്നല്ലോ ആ സന്ദർഭത്തിലെ മക്ക. അപ്പോൾ ആ ഒരു സന്ദർഭവും സാഹചര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ബൈത്തുൽ മഖ്ദിസിലേക്ക് വരാനിരിക്കുന്ന വിഷയങ്ങൾ ഇനി അങ്ങോട്ട്, കാരണം നമുക്കറിയാം ഒരു കേന്ദ്രമാക്കിയ ഒരു കേന്ദ്രമാവേണ്ടത്, ഇപ്പോൾ ഒരു സംഘടനയാവട്ടെ, ഏതെങ്കിലും ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രം നിൽക്കേണ്ടത് അത്രയും നല്ല സുപ്പീരിയർ പവറുള്ള ഒരു സ്ഥലത്തായിരിക്കണം, എല്ലാവർക്കും ആക്സസ് ഉള്ളതായിരിക്കണം. ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉണ്ടാവേണ്ടത് എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു സ്ഥലത്താവണം. ഏതെങ്കിലും കാട്ടിൻ്റെ നടു കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. ഒരു സമ്മേളനം നടക്കുക, സമ്മേളന നഗരി ഉണ്ടാവുക റോഡ് സൈഡിലോ, ആളുകൾക്കൊക്കെ വരാനും പോകാനൊക്കെ യാത്ര സൗകര്യമുള്ള, കാർ പാർക്കിങ്ങിനൊക്കെ സൗകര്യമുള്ള സ്ഥലത്തായിരിക്കണം എന്നൊക്കെ പോലെ നമ്മൾ ആലോചിച്ച് നോക്കുക. ലോകാവസാനം വരെയുള്ള ഹജ്ജ് നടക്കേണ്ട സ്ഥലം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ അനുയായികൾ തിരിഞ്ഞു നിസ്കരിക്കേണ്ട സ്ഥലം. അപ്പോൾ ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ആശ്വാസവാക്കുകളാണ്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ, അപ്പോൾ നാം അതിനാൽ നിനക്ക് ഇഷ്ടപ്പെടുന്ന ഖിബലയിലേക്ക് നാം നിന്നെ തിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ അത് ആഗ്രഹിച്ചിരുന്നു എന്ന് തന്നെ നമുക്കതിൽ മനസ്സിലാക്കണം.
ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഹറാം എന്ന പദം ഈ തെറ്റായ കാര്യങ്ങൾ, നിരോധിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കപ്പെട്ട സ്ഥലം, അതുകൊണ്ടാണ്. അപ്പോൾ ഹറാം, മസ്ജിദുൽ ഹറാമിൻ്റെ, അതായത് മസ്ജിദുൽ ഹറാമിൻ്റെ എന്ന് പറഞ്ഞാൽ മക്കയുടെ കഅബ ഷരീഫിലേക്ക് തിരിയാൻ ഞാനിതാ നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന രീതിയിലാണ് ഈ ആയത്ത് അള്ളാഹു പറയുന്നത്. വഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റഹ് വഇന്നല്ലദീന ഊതുൽ കിതാബ ലയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ മുഖം എങ്ങോട്ട് തിരിക്കുക. ഇത് UAE-യിലെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പള്ളികളിലെയും വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം ഇതിങ്ങനെ എഴുതി വെച്ചത് കാണാൻ സാധിക്കും പല പള്ളികളിലും വലിയ അക്ഷരത്തിൽ. എന്ന് വെച്ചാൽ കഅബ ഷരീഫിലേക്ക് നിങ്ങളെവിടെ ആയിരുന്നാലും മുഖം കഅബ ഷരീഫിലേക്ക് തിരിക്കുക. നിസ്കരിക്കുന്നവർ തൻ്റെ നാദിൽ നിന്നുള്ള ഇന്നല്ലദീന ഊതുൽ കിതാബ ലയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, ഇത് അള്ളാഹുവിൻ്റെ ഹക്കാണ്, സത്യമാണ് എന്ന് അള്ളാഹുവിനെ അറിയാം. ഇന്നല്ലദീന ഊതുൽ കിതാബ ലയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, അതായത് ഊതുൽ കിതാബ് ഈ വേദം നൽകപ്പെട്ടവർക്ക് ഇത് തങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സത്യമാണെന്നറിയാം. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, അപ്പോൾ അവർ സത്യമാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അത് നിഷേധിക്കുന്നവരാണല്ലോ കാഫിറുകൾ. അള്ളാഹു ഇതിനെ പറ്റിയൊക്കെ വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ, അള്ളാഹു എല്ലാ കാര്യങ്ങളെ പറ്റിയും അശ്രദ്ധനല്ല. ഗഫ്ലത്താണ് അശ്രദ്ധ, ഗഫ്ലത്തിലല്ല അള്ളാഹു ഉള്ളത്. അതുകൊണ്ട് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയുക എന്ന പ്രഖ്യാപനം വരുന്നതോടുകൂടെ ഒരു പറ്റ ആളുകൾ തിരിയാതിരിക്കാം, അവർ ഈ വിഷയത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയേക്കാം. എന്നാലും അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഇഷ്ടം റസൂലിൻ്റെ ഇഷ്ടമാണ്. ഇവിടെ ആ ഒരു വാക്ക് അള്ളാഹു ആകാശത്തേക്ക് മുഖം ഉയർത്തുക എന്ന് പറയുന്നാൽ ആ രീതിയിൽ ഇഷ്ടപ്പെട്ടിരുന്നു റസൂൽ എന്ന് തന്നെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തെ അള്ളാഹു അംഗീകരിക്കുകയും മസ്ജിദുൽ ഹറാമിലേക്ക് അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അള്ളാഹു ആലം. പക്ഷെ ഒരു കാര്യം ഇന്ന് നമുക്ക് വ്യക്തമാണ്, എങ്ങാനും ഫലസ്തീൻ ബൈത്തുൽ മുഖദ്ദിസ് തന്നെ ആയിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ ആലോചിച്ചു, ഹാജിമാരുടെ അവസ്ഥ എന്തായിരുന്നു. അപ്പോൾ ഹജ്ജ് കാലങ്ങളായിട്ട് ഹജ്ജ് നടക്കപ്പെടുന്ന സ്ഥലവും അത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത് അത് തന്നെയാണ്. അള്ളാഹു അത് നേരത്തെ തീരുമാനിച്ച അള്ളാഹുവിൻ്റെ തീരുമാനവും അങ്ങോട്ട് തന്നെയാണ്. وَلَئِنْ أَتَيْتَ الَّذِينَ أُوتُوا الْكِتَابَ بِكُلِّ آيَةٍ مَا تَبِعُوا قِبْلَتَكَ وَمَا أَنْتَ بِتَابِعٍ قِبْلَتَهُمْ. അപ്പോൾ ഇവിടെ ഈ വേദക്കാർ, ഈ അഹ്ലുൽ കിതാബ് ഉണ്ടല്ലോ, ഊത്തുൽ കിതാബ് ബിക്കുല്ലി ആയത്തിൻ മാ തബി, അവരുടെ മുമ്പിൽ ഈ എന്ത് തെളിവുമായിട്ട് വന്നാലും അവർ തത്തബി ഖിബിലതക്, നിൻ്റെ ഖിബിലയെ, അതായത് കഅബ ഷരീഫിലേക്ക് തിരിയാൻ അവരേതായാലും സന്നദ്ധമാകില്ല. ഇപ്പോഴും ജൂതന്മാർക്ക് നിസ്കാരം ഉണ്ടെന്നും ബൈത്തുൽ മുഖദ്ദിസിലേക്ക് അവർ തിരിയുന്നുണ്ട് എന്നുള്ള കാര്യവും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജൂതന്മാർ തിരിയുന്ന അതേ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മളും നിസ്കരിക്കുന്നത് വിചാരിക്കുക. നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നും അങ്ങനെ തിരുന്നത് വിചാരിക്കുക. അപ്പോൾ ലോകത്തിന് മുഴുവൻ പറയാം, ഇത് ജൂതന്മാരും മുസ്ലിങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്, ഓല ഖിബില ഒന്ന് തന്നെ, ഓല പഠിച്ചവനും ഒന്ന് തന്നെ, ഓലും തമ്മിൽ വ്യത്യാസമില്ല, അവർ തമ്മിൽ അന്തരമില്ല എന്നുള്ളൊരവസ്ഥ വരും. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ നിയമങ്ങളൊക്കെ ലോക മുസ്ലിങ്ങൾക്ക് ബാധകമാകുന്ന രീതിയിലേക്ക് അവർക്ക് വ്യാഖ്യാനിക്കാനും കഴിയും. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ ഉള്ളൊരവസ്ഥയിൽ നിന്ന് നെല്ലും പതിരും വേർതിരിക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഖിബില മാറ്റം എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. وما بعضهم بتابع قبلة بعض ولئن اتبعت أهواءهم من بعد ما جاءك من العلم إنك إذا لمن الظالمين. അതായത് തന്നിഷ്ടങ്ങൾ, തൻ്റെ ഹവയായിട്ട് ജീവിക്കുന്ന, അതായത് അള്ളാഹുവിൻ്റെ കൃത്യമായ നിയമനിർദ്ദേശങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടും തൻ്റെ ഹവയുമായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ളാലിമീങ്ങളാണ്, അവർ അക്രമകാരികളാണ്, അവർ അക്രമങ്ങളുടെ കൂട്ടത്തിൽപ്പെടും. അവരവരുടേതായ ചിന്തകളുമായിട്ട് അവരങ്ങ് ജീവിച്ചോട്ടെ. ഈ ഖിബില മാറ്റം അവരിഷ്ടപ്പെടുകയില്ല. ഖിബില മാറ്റം എന്ന് പറഞ്ഞാൽ ഖിബില മാത്രമല്ല മാറുന്നത്, വലിയൊരു ആശയം തന്നെയാണ് മാറുന്നത്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അവർക്ക് അംഗീകരിക്കാത്തതുകൊണ്ടല്ലേ
മുഹമ്മദ് റസൂലുള്ളവരുമാണ് അവർ അംഗീകരിക്കാൻ തയ്യാറായിരുന്നു. കാരണം റസൂലിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അബ്ദുൽ മുത്തലിബിൻ്റെ കൊച്ചുമോനാണ്, ഖുറൈശിയിലെ ഹാഷിം കുടുംബത്തിൽപ്പെട്ടവനാണ്, ഞങ്ങളുടെ നാട്ടുകാരനാണ്, എന്തുകൊണ്ടും യോഗ്യനാണ് റസൂലുള്ള ആക്കണമെങ്കിൽ. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾ അംഗീകരിക്കില്ല. അതാണ് ഈ ഇലാഹ് ഉലൂഹിയ്യത്തിൻ്റെ വിഷയത്തിലാണല്ലോ അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത്. الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആതൈനാഹുൽ കിതാബ യഅരിഫൂന കമാ യഅരിഫൂന അബ്നാഅക്കും, അതായത് മക്കളെ പോലെ അറിയാമായിരുന്നു. അപ്പോൾ അതൊക്കെ അറിഞ്ഞു. പിന്നെ ഫരീഖം മിൻഹും ലയക്തുമൂന, അവർ സത്യം മറച്ചു വെക്കുകയാണ്. വേദക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ സംബന്ധിച്ചിടത്തോളം അത് വേദക്കാരാണ് രണ്ടു കൂട്ടരും പെട്ട്. ഇഞ്ചിലിൻ്റെ ആളുകളും സബൂറിൻ്റെ ആളുകളും തൗറാത്തിൻ്റെ ആളുകളും മുൻവേദക്കാരായ ജൂതന്മാരും ക്രിസ്ത്യാനികളും അല്ലാത്തവരൊക്കെ ആളുകൾ, അവർക്കൊക്കെ അറിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ പറ്റിയും ഇങ്ങനൊരു നബി അല്ല ഖത്തുമുൽ അംബിയ, ലോക അന്ത്യപ്രവാചകൻ വരാനുണ്ട് എന്നുള്ള വിഷയമൊക്കെ അവർക്ക് അറിയാം. അതിനുശേഷം മക്കക്കാരെ പറ്റിയും മക്കക്കാർക്കും അറിയാം അത് എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെയാണ് യോഗ്യത, മുഹമ്മദ് റസൂലുള്ളാഹി തന്നെയാണ് അതിന് ഏറ്റവും യോഗ്യനായ മക്കയിലെ വ്യക്തി എന്നൊക്കെ അറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഹക്ക്, സത്യത്തെ അവർ മൂടി വെച്ചത്. അൽ ഹഖ് എന്നവിടെ പറഞ്ഞിട്ട് അൽ ഹഖ് മിർ റബ്ബിക ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. അപ്പോൾ ഈ സത്യസന്ദേശം, അതിനെ അൽ ഹക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ഖിബല മാറ്റം കൊണ്ട് പിന്നിലുള്ള ഈ ഒരു വലിയ ആശയധാരയെ, തൗഹീദിൻ്റെ യഥാർത്ഥ അള്ളാഹുവിലേക്കുള്ള ഈ വെളിച്ചത്തെ, അതിൻ്റെ കാര്യത്തിൽ നീ ഒരിക്കലും സംശയാലും ആവരുത്. അള്ളാഹു നിനക്കുള്ള എല്ലാ ഗൈഡൻസും എല്ലാം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. വലികുല്ലിൻ വജ്ഹത്തുൻ ഹുവ മുവല്ലിഹാ ഫസ്തബിഖുൽ ഖൈറാത്ത് ഐനമാ തകൂനൂ യഅതി ബികുമുല്ലാഹു ജമീഅ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതായത് ഓരോ സമുദായത്തിനും ഓരോ മുവല്ലി ഉണ്ട്, അവർക്ക് തിരിയേണ്ട ഒരു സ്ഥലമുണ്ട് ഓരോ അപ്പം മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ കാലം എടുത്താലും ഒക്കെ. അപ്പം ഫസ്തബിഖുൽ ഖൈറാത്ത്, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നന്മയിലേക്ക്, ഖൈറിലേക്കും പുണ്യത്തിലേക്കും നിങ്ങൾ മുന്നേറുക. ഐനമാ തകൂനൂ യഅതി ബികുമുല്ലാഹു ജമീഅ, നിങ്ങളെവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളെല്ലാവരും, നിങ്ങളിപ്പോൾ എവിടെ തിരിഞ്ഞാലും അതിൻ്റെ ഒരു മായനാണ്. ഖിബില മാറ്റാൻ ഖിബിലയോ അല്ലെങ്കിൽ കഅബ ഷരീഫ്, അത് പുണ്യസ്ഥലമാണ്, ശരിയാണ്. പക്ഷേ അതൊന്നുമല്ല, കഅബ ദൈവമാണെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ആരും അങ്ങോട്ട്, അല്ലെ ഹജറുൽ അസ്വദ് ദൈവമാണെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ അങ്ങോട്ട് തിരിയുന്നൊന്നും. അപ്പോൾ അവിടെ ഉള്ളപ്പോൾ ഒരു ചെറിയ ടേം, ആ ഹജറുൽ അസ്വദ് മുത്തം വെക്കുന്നതായിട്ട് ഒരു ഉമ്മ വെക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ഇതൊന്നും പിന്തുടരപ്പെടേണ്ടതല്ല. എന്നാലവിടെ നീ ഒരു കല്ല് മാത്രമാണ്, നിന്നിൽ ഒരു ആരാധനാ സ്വഭാവം ഇല്ല എന്നവിടെ ഡിക്ലെയർ ചെയ്തുകൊണ്ടാണ് ആ മുത്തം വെക്കുന്നതൊക്കെ. ഒരു പ്രതീകാത്മകമാണ്. അപ്പം പിശാചിന് ജംറയിൽ കല്ലെറിയുന്ന വിഷയമായിട്ട് എടുത്താലും സഫാ മർവ കുന്നുകൾക്കിടയിൽ നടക്കുന്ന വിഷയമായാലും ഇതൊക്കെ ഒരു പ്രതീകാത്മകമാണ്. എന്നുവെച്ചാൽ പടച്ചവനെ കഅബയുടെ എന്തോ ആണ്, കഅബയുടെ കല്ലിൽ ദൈവമുണ്ട്, അങ്ങനെയുള്ള വിചാരമൊന്നും ഒരു മുസ്ലിമിനും ഇല്ല. അപ്പോൾ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവരാണ്. നിങ്ങൾ ലോകത്തെ ഏത് ഭാഗത്താണെങ്കിലും, ലോകത്തിൻ്റെ ഏത് നാട്ടിൽ അവിടെ ജീവിച്ച് മരണപ്പെട്ടാൽ നിങ്ങളൊക്കെ ഒരുമിച്ച് അള്ളാഹു കൊണ്ടുവരുന്നതാണ്. അപ്പം ഖിബില മാറ്റം എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചുള്ള ആയത്തുകൾ തന്നെയാണ് തുടർന്നു വരുന്നതും. ومن حيث خرجت فول وجهك شطر المسجد الحرام وإنه للحق من ربك وما الله بغافل عما تعملون. നിങ്ങൾ എവിടേക്ക് പോയാലും ഒരു യാത്ര പോകാന്ന് വെച്ചാൽ അതിനെ സെൻട്രലൈസ്ഡ് ആണ് എന്നുള്ള, കേന്ദ്രീകരിക്കപ്പെട്ടു എന്നുള്ളത് ഡിക്ലെയർ ചെയ്യണമല്ല. എൻ്റെ മുഖം നീ ഇപ്പം നിങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഷാമിലോ സിറിയയിലോ അല്ലെങ്കിൽ വേറെ ഈജിപ്തിലേക്കോ എവിടെ പോയി കഴിഞ്ഞാലും നിൻ്റെ മുഖം അള്ളാഹുവിലേക്ക് തിരിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഓർഡറാണ്. ഇന്നഹു ലൽ ഹഖ് മിർ റബ്ബിക്, ഇതാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശം, ഹക്കായിട്ടുള്ള നിർദ്ദേശം ഇതാണ്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ, നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹുവിന് കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട്
നിങ്ങൾ ഇനിയിപ്പോൾ അവിടെ പോയാലും എന്ന് വെച്ചാൽ ലോക ജനത മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയണം, കാബയായിട്ട് ഖിബിലയെ നിശ്ചയിച്ചു എന്നതിൻ്റെ ഔദ്യോഗികമായ ആയത്തുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വമിൻ ഹൈസു ഖറജ്ത, ഒന്നുകൂടി ഡിക്ലെയർ ചെയ്യണം, ഒന്നുകൂടി ക്ലിയർ ആക്കി പറയാണ്. വമിൻ ഹൈസു ഖറജ്ത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസു മാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റഹ് ലിഅല്ലാ യകൂന ലിന്നാസി അലൈക്കും ഹുജ്ജത്തുൻ ഇല്ലല്ലദീന ളലമൂ മിൻഹും ഫലാ തഖ്ശൗഹും വഖ്ശൗനി വലിഉതിമ്മ നിഅമതി അലൈക്കും വലഅല്ലകും തഹ്തദൂൻ. അപ്പോൾ നേരത്തെ പറഞ്ഞതിനെ വീണ്ടും ഉപോത്ബലകമായിട്ട് അതിനെ ചേർത്തിട്ട് വീണ്ടും പറയുന്നത്, എവിടെ നിന്ന് പുറപ്പെട്ടാലും നിൻ്റെ മുഖം മസ്ജിദുൽ ഹറാമിൻ്റെ നേരേക്ക് തിരിക്കുക. നിങ്ങൾ എവിടെ ആയിരുന്നാലും അതിൻ്റെ നേരെ തന്നെ മുഖം തിരിക്കുക എന്നാണ്. ഷത്റൽ മസ്ജിദുൽ ഹറാം വൈസുമാ കുൻതും, ഇനി എങ്ങോട്ട് പുറപ്പെട്ടാലും എവിടെ നിന്ന് എങ്ങോട്ട് വന്നാലും എന്ന് വെച്ചാൽ അതിൽ പിന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. ഞങ്ങൾ ഈ കാഫിറുകളായ സത്യനിഷേധികളും മുനാഫിക്കുകളും നിരന്തരമായിട്ട് പല വിഷയത്തിലും നമുക്ക് ചോദിക്കുന്ന അറിയാലോ. അപ്പോൾ മൂസ അലൈഹി സ്വലാമിൻ്റെ അനുയായികൾ പശുവിനെ അറക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, അതുപോലെയുള്ള ചോദ്യങ്ങളൊന്നും എന്തുമാത്രം യുക്തിഭദ്രമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ, അള്ളാഹിൻ്റെ കലാം. നമ്മൾ ആലോചിച്ച് നോക്കൂ, അതിലിനി ഒരു അഭിപ്രായ വ്യത്യാസം വേറണ്ട, എന്നിട്ടും അഭിപ്രായ വ്യത്യാസം വേറുണ്ട്. അത് പിന്നെ ഒരാൾക്ക് ഹൈറാണ് സമുദായത്തിന്, അത് വേറെ വിഷയമാണ്. പക്ഷേ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ ഒരു നാട്ടുകാർക്ക് ലോകത്തെ ഏതെങ്കിലും ഇപ്പോൾ ഇന്ത്യക്കാർക്ക് പോകുന്നതാണ്, അങ്ങോട്ടല്ല ഞങ്ങൾ ഇങ്ങോട്ട് വേറെ ഇങ്ങോട്ട് അല്ലെങ്കിൽ പിന്നെ വേറൊരു സ്ഥലം പറയുന്നില്ല, ഒരു സ്ഥലത്തേക്ക് തിരിയാന്ന് പിന്നീടൊരു അഭിപ്രായ വ്യത്യാസം വരണ്ട. അത് വളരെ കൃത്യമായിട്ട് ലോകത്ത് എവിടെ പോയാലും നിങ്ങൾ മസ്ജിദുൽ ഹറാമിലേക്ക് മുഖം തിരിക്കുക. അപ്പോൾ നിങ്ങൾ അക്രമികളായ ആളുകളുടെ അക്രമത്തെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നെ മാത്രം പോലെ തക്ഷൗനി നിങ്ങൾ അവരുടെ അക്രമത്തെ ഒന്നും നിങ്ങൾ ഭയപ്പെടേണ്ട. വഖ്ശൗനി, നിങ്ങൾ എന്നെ ഭയപ്പെടുക. വലുത്തിമ്മ നിഅമതി അലൈക്കും വലഅല്ലകും തഹ്തദൂൻ, നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ തരാനാണ്, നിങ്ങൾ നേർവഴി പ്രാപിക്കാനാണ്. അപ്പോൾ ആ അനുഗ്രഹങ്ങൾ അല്ലാഹു തന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ല നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ ഈ മുസ്ലിം വേൾഡ്, ഇന്നത്തെ ഈ ലോകം, ഈ 2 മില്യൺ ജനങ്ങൾ, ഇന്നത്തെ കാലത്തെ മുഴുവൻ ആളുകളും കഅബ ഷരീഫിലേക്ക് തിരിയുക, ഒരു ഏകമാനവികതയും ഏകദൈവത്വത്തിലേക്കും തിരിയുന്ന ഒരവസ്ഥ ഉണ്ടായി. അതിനുശേഷം അവിടെ റിസ്ഖ്, ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയുടെ അത് കൃത്യമായി തെളിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമുക്കിന്ന് പച്ചവെള്ളം പോലെ മനസ്സിലാക്കാം. അത്രയും റഹ്മത്തും ബർക്കത്തും അറബ് ലോകത്തും അതുമായിട്ട് പിൻപറ്റിയവർക്ക് അല്ലാഹു നൽകി കഴിഞ്ഞിട്ടുണ്ട്. كما أرسلنا فيكم رسولا منكم يتلو عليكم آياتنا ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعملون. നാം നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ദൂതനെ അയച്ചതുപോലെയാണത്. അദ്ദേഹമോ നമ്മുടെ സൂക്തങ്ങൾ ഓതിത്തരുന്നു, നിങ്ങളെ സംസ്കരിക്കുകയും വേദവും വിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു. അർസൽന ഫീക്കും റസൂലൻ മിൻകും യത്ലു അലൈഹിം ആയാതിന. അതായത് ഇത് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലം ഇന്ന് ആ ലോകത്തിന് റഹ്മത്തുല്ലിൽ ആലമീനായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു, ആയത്തുകൾ പഠിപ്പിക്കുന്നു. വയുസക്കീഹിം, അവരെ സംസ്കരിക്കുകയും അറിവ് പഠിപ്പിക്കുകയും ഹിക്മത്ത് തത്വജ്ഞാനവും പഠിപ്പിക്കുകയും മാലം തകൂനു തഅമലൂൻ, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ അറിയിച്ചു തരും. അതായത് ഈ അറിവിനെ നമുക്ക് 2 കാറ്റഗറൈസ് ചെയ്യാം. നമുക്ക് ദുനിയവിയായിട്ടുള്ള GK എന്ന് പറയുന്ന സംഭവമുണ്ട്, ജനറൽ നോളജ്. അമേരിക്ക എവിടെയാണ്, എങ്ങനെ എന്തൊക്കെയാണ് ലോകത്തെ പിന്നെ ലോകാത്ഭുതങ്ങൾ, അല്ലെ ചൈനയുടെ വൻമതിൽ ഏത് രാജ്യത്താണ്, ഇതൊക്കെ GK ആണ്. അതായത് ഇവിടെ ഉണ്ടാകുന്ന വിവരങ്ങൾ. എന്നാൽ അഭൗതികമായ വിജ്ഞാനങ്ങളെയാണ് ഈ ഹിക്മത്തോടു കൂടിയുള്ള അങ്ങനെയുള്ള ഇൽമ് പഠിപ്പിക്കുന്നത് ആരാണ്? അംബിയ മുർസലുകളിലൂടെയാണ്. അതുവഴിയേ നമുക്ക് അറിയുള്ളൂ. ഇപ്പോൾ ഈ മുൻകഴിഞ്ഞു പോയ ഈ ചരിത്രങ്ങൾ പലതും നമുക്കറിയില്ലല്ലോ. മൂസ അലൈഹി സ്വലാമിൻ്റെ ചരിത്രം, മന്നയും സൽവ, ഇതൊക്കെ ജൂതന്മാർ പലതും മറച്ചു വെച്ചതായിരുന്നു. ഇതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവന്നത് ആരാണ്?
വിശുദ്ധ ഖുർആനിലൂടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലമയിലൂടെ അള്ളാഹുവാണ്. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്താ? ഇതൊക്കെ ആവട്ടെ, നിങ്ങൾ അള്ളാഹിൻ്റെ കഅബ ഷരീഫിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെ ഓർക്കാം. നല്ലൊരു കോൺട്രാക്റ്റാണ്, നല്ലൊരു കരാറാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. വഷ്കുറൂലി വലാ തക്ഫുറൂൻ. 4 കാര്യം ഇവിടെ പറയുന്നുണ്ട് അല്ലേ. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെ ഓർക്കുക. വഷ്കുറു, നിങ്ങൾ നന്ദിയുള്ളവരാവുക. നിങ്ങൾ എന്താവരുത്? സത്യനിഷേധികളാവരുത്. നിഷേധാത്മക സമീപനം ദീനിൻ്റെ വിഷയത്തിൽ, ജീവിതത്തിൽ ഒരു കാര്യത്തിലും നിഷേധാത്മക സ്വഭാവങ്ങൾ കാണിക്കരുത്. വഷ്കുറു, നിങ്ങൾ നന്ദിയുള്ളവരാവുക. ഫദ്കുറൂനി അദ്കുറുക്കും എന്നുള്ളതിൻ്റെ വിവക്ഷ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ദിക്റല്ലാനാണ്. ദിക്ർ ഇങ്ങനെ തസ്ബീഹ് ചെല്ലുക എന്നുള്ളതാണ്. അതല്ല, അള്ളാഹുവിന് അതാ ദിക്ർ ചെല്ലണ്ടെന്നല്ല കേട്ടോ. ദിക്ർ എന്ന് ഫദ്കുറൂനി ഇവിടെ ശരിയായ പക്ഷേ അള്ളാഹിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്ന സന്ദർഭത്തിൽ, അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹുവെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും, അതിൻ്റെ പോരാട്ടമാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിന് ഒരു എക്സ്പ്ലനേഷൻ പറയണം. അതാണ് അള്ളാഹിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകണോ ഈ വിഷയം. നമ്മുടെ ലൈഫിലെ ഒരു കാര്യം, അതിൽ തീരുമാനം നമ്മൾ എടുക്കാൻ പോവാണ്. എടുക്കുമ്പോൾ എൻ്റെ ഇഷ്ടം, അത് എത്ര നിസ്സാരമായ കാര്യമാവട്ടെ, എത്ര വലിയ കാര്യമാവട്ടെ, ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലെ അള്ളാഹിനോട് ചോദിക്കണേന്ന് പറയുന്ന മാത്രം എത്ര നിസ്സാരമായ കാര്യങ്ങൾ മുതൽ വലിയ വലിയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന വിഷയം വരെ അള്ളാഹിനെ ഓർക്കുക. അള്ളാഹിനെ ഓർക്കുക പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയാം. ഒരാൾ ഒരു കുട്ടി അങ്ങാടിയിലേക്ക് പോവാണ് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. ഉപ്പ പൈസയൊക്കെ കൊടുത്ത് മോനെ സാധനം മാർക്കറ്റിൽ വാങ്ങാൻ പറഞ്ഞയച്ചതാണ്. അപ്പം പോകുമ്പോൾ ചില ഉപദേശങ്ങൾ കൊടുത്തു. മോനെ ഇന്ന ബ്രാൻഡിൻ്റെ സാധനങ്ങൾ മേടിക്കണം, പിന്നെ പോകുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ പൂണ വഴിയിൽ ഒരു പരിപാടികൾ നടക്കുന്നുണ്ട്, അവിടെ ഒന്നും നീ എന്ത് ചെയ്യരുത്, കയറരുത്, അവിടെ ഒന്നും നീ അതിലൊന്നും പങ്കെടുക്കരുത്, നീ ശ്രദ്ധിക്കണം, അതിലൊന്നും പങ്കെടുക്കാതെ വേഗം പറഞ്ഞ പണി ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചു വരണം എന്നൊരു മോനെ പറഞ്ഞേക്കാണ് ഒരു വാപ്പ. അപ്പോൾ ആ മോന് അങ്ങനെ അങ്ങാടിയിലേക്ക് പോകുന്നു. സാധനങ്ങൾ വാങ്ങുമ്പോൾ വഴി മധ്യേ പരിപാടി കാണുന്നു. പരിപാടി കണ്ടപ്പോൾ വാപ്പനോർത്ത്. എന്താണ് വാപ്പനോർക്കുക? വാപ്പനോർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓ പഠിച്ചോനെ ഇതിൽ പോകാൻ പാടില്ല, പഠിച്ചോനെ എന്നല്ല, വാപ്പ പറഞ്ഞാണല്ലോ ഈ പരിപാടി കൂടരുതെന്ന്, എന്നാൽ കൂടണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഓർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കുട്ടി വിചാരിക്കുകയാണോ, എൻ്റെ വാപ്പ അങ്ങനെ പറഞ്ഞല്ലോ, ശരി ഞാനിതാ പരിപാടിക്ക് കയറുക. അതിന് പരിപാടി കയറുകയല്ലല്ലോ വാപ്പനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ. അവിടെ ഓർക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? വാപ്പ പറഞ്ഞതിനെ ഓർക്കുക എന്നുള്ളതാണ്, വാപ്പയുടെ ഗൈഡൻസ് ഓർക്കുക എന്നുള്ളതാണ്. അതുപോലെ അള്ളാഹു ഈ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമ്പത്തിക രംഗത്ത്, കിടത്തം, നടത്തം, നോട്ടം, ഭക്ഷണം, A to Z, നമ്മൾ 24 മണിക്കൂറിലെ ഉറങ്ങുന്നതല്ലാത്ത മറ്റ് സന്ദർഭങ്ങളിലെ മുഴുവൻ വിചാരങ്ങളിലടക്കം ഓർക്കുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ ആണോ എന്നുള്ള ഓർമ്മ, അതേക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഫദ്കുറൂനി അദ്കുറുക്കും. എന്നിട്ട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, എല്ലാ വിശ്വാസികളെയും, ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത്, നിങ്ങൾ സബർ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? പരസ്പരം നിങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുന്ന, അതിനു വേണ്ടിയിട്ട് തേടിക്കൊള്ളുക. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാൻ വേണ്ടി ചെയ്യേണ്ട പണി നിസ്കാരത്തിലൂടെ, സബറിലൂടെ. അപ്പോൾ ക്ഷമ പഠിപ്പിക്കുകയാണ്. ക്ഷമയാണ് ഏറ്റവും വലിയ ഗുണം. ഒരു മനുഷ്യനിൽ ക്ഷമ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ ആളായി എന്നർത്ഥം. എന്തൊക്കെ ഈ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഗുണമല്ലേ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്, എന്തൊക്കെ പ്രയാസങ്ങളാണ്. ബുദ്ധിമുട്ടും പ്രയാസം അടിക്കടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ ക്ഷമിക്കാൻ, അത് ക്ഷമയോടെ, വേദനകളാവാം, ശരീരത്തിൻ്റെ അസുഖങ്ങളാവാം, വെല്ലുവിളികൾ, മാനസിക വെല്ലുവിളികൾ, പരീക്ഷണങ്ങൾ, സാമ്പത്തിക രംഗത്തുള്ള ബുദ്ധിമുട്ടുകൾ, എല്ലാ അർത്ഥത്തിലുള്ള പ്രയാസങ്ങളെ കൊണ്ട് ഞെരുക്കുന്ന ജീവിതമല്ലേ അള്ളാഹ് നമുക്ക് തന്നിട്ടുള്ളത്. അല്ലാത്തതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ എല്ലാ മനുഷ്യനും ഫേസ് ചെയ്തേ പറ്റൂ. ഈ ഭൂമിയിൽ വേദനകളോട് ഒരു മനുഷ്യൻ പോരാടേണ്ടി വരും, വെല്ലുവിളികളോട്, പ്രയാസങ്ങളോട്, കുടുംബ പ്രശ്നങ്ങൾ, ഫാമിലി, കുടുംബം, ബിസിനസ് പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ ക്ഷമിക്കുക, സബർ ചെയ്യുക, ഒക്കെ ശരിയാകും ഇൻഷാ അല്ലാഹ്. നാളെ എല്ലാം ശരിയാകുമെന്ന, അത് നിസ്കാരത്തിലൂടെ നിസ്കരിക്കുന്ന ഒരു മുസല്ലിയാർ, നിസ്കാരക്കാരനായ ഒരു വ്യക്തിക്ക്
ഇതൊക്കെ അതിന് വലിയൊരു പരിചയമാണ്. നിസ്കാരം ഒരാളുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നുള്ളതാണ് യഥാർത്ഥ നിസ്കാരക്കാരുണ്ട്. വെറുതെ ആളെ കാണിക്കാൻ, ആളെ പറ്റിക്കാനുള്ള നിസ്കാരക്കാരല്ല. അള്ളാഹുവിലേക്ക് യഥാർത്ഥമായ നമസ്കരിക്കുന്ന ഒരാൾ, അയാളുടെ എല്ലാ ഭാരവും ഇറക്കി വെക്കുന്നത് ആ സുജൂദിലും റുക്കോയിലും അള്ളാഹിൻ്റെ മുമ്പിൽ അങ്ങ് ഇഴകിച്ചേരുക വഴി ആ മുനാജാത്തിൽ, ആ മുലാഖാത്തിൽ, റബ്ബുമായിട്ടുള്ള സംസാരത്തിൽ അയാളുടെ ജീവിതത്തിലുള്ള വിഷമങ്ങളൊക്കെ അള്ളാഹിൻ്റെ മുമ്പിൽ അങ്ങ് ഇറക്കി വെച്ച് ഫദ്കുറൂനി അദ്കുറുക്കും, അള്ളാഹുവിനെ ദിക്റ് ചെയ്തുകൊണ്ട് യഥാർത്ഥ മുഅ്മിനീങ്ങളായിട്ട് റുക്കൂവും സുജൂദൊക്കെ കഅബ ഷരീഫിലേക്ക്, ഖിബലയിലേക്ക് ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്കാണെന്ന ഓർമ്മയോടുകൂടി ആ ദിക്റുലുമായിട്ട് അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായി, അള്ളാഹുവിൻ്റെ യഥാർത്ഥ സ്വാഭിരീയങ്ങളായിട്ടുള്ള അടിമകളായിട്ട് മാറുക എന്ന് നമ്മളോട് അള്ളാഹു ഈ ആയത്തിലൂടെ ഉത്ബോധിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ അഇന്ന അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.